ദാ ഇതുപോലുള്ള സ്മോക്ക് ബബിൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ലിക്വിഡാണ്. അതായത് നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ഡിഷ് വാഷ് ഇല്ലേ, അതും പിന്നെ കുറച്ച് ഷുഗറും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം. പിന്നെ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തായിട്ട്. ഈ സെയിം ബോട്ടിൽ തന്നെ വേണമെന്നില്ല, അതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊക്കെ കുത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഹോളിടുന്ന സമയത്ത്, കത്തിയൊക്കെ വെച്ചിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ നൈഫ് ചൂടാക്കിയതിന് ശേഷം മാത്രം ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് A4 ഷീറ്റിൽ നമ്മുടെ സിഗർ ലാമ്പ് വെച്ചിട്ട് എന്താണ് പറയുക സ്മോക്ക് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ഈ ബബിൾസ് വെച്ചിട്ടൊന്ന് ഈ ലിക്വിഡിലേക്ക് മുക്കിയിട്ടൊന്ന് ബബിൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പാളിപ്പോയിട്ടുണ്ടായിരുന്നു, പിന്നെയും ഉണ്ടാക്കി, അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയപ്പോൾ വീണ്ടും എനിക്ക് മൂന്നാമതൊന്നും കൂടി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ മൂന്നാമത് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ മൊത്തത്തിൽ ബോട്ടിലൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും കൈയൊക്കെ മുറിഞ്ഞ്, അപ്പോൾ മൂന്നാമതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മൂന്നാമത്തതും കൂടി ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഒന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനൊന്ന് വീണ്ടും ടേബിളിൽ വെച്ചിട്ട് സ്മോക്ക് ബബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായാലും നടക്കാത്തതായിട്ടൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിലും നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്നും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട.